ഗായ്സ്, ഇന്നെനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ചേട്ടൻ്റെ പിറന്നാളാണ്. അവനെ ഞാൻ ഇതുവരെയായിട്ടും വിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ടൈം 3 മണിയായി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുട്ടീനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ചെന്ന് അവിടെ നിന്നൊരു ചെറിയൊരു കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് ചേട്ടനെ സർപ്രൈസ് ചെയ്യാൻ തീരുമാനിച്ചേട്ടൻ. ഒരു വെറൈറ്റി. അച്ഛൻ്റെ പിറന്നാളാണ്, നമുക്ക് കേക്ക് പോയി മേടിച്ചാലോ? കേക്ക് മേടിക്കാം, എന്നിട്ട് അച്ഛന് സർപ്രൈസ് കൊടുക്കാതെ. ഓക്കെ, കേക്ക് ഒന്ന് സെലക്ട് ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഡോറ് തുറക്കും. സർപ്രൈസ് ആക്കുന്നത് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാൻ പോവാണ്. നമുക്ക് കേക്ക് നട്ട് പോവാം. അപ്പൊ ഞങ്ങള് ഇന്നൊരു വെറൈറ്റിക്ക് ഞങ്ങൾ പുറത്താണ് കേക്ക് മുറിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും റെഡിയാണ്. അമ്മ, അച്ഛൻ, ഇവിടെ കൊതിയൻ ഇപ്പം തന്നെ പറക്കി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊതിയാണ്, കാരണം അവൻ്റെ ഇപ്പം 4 വയസ്സാവാൻ പോണുള്ളൂ. അപ്പം ഈ ഓർമ്മ ഇതിന് ബോധം വെച്ചേക്കണ സമയത്ത് ഇപ്പോഴാണ് കേക്ക് കാണുന്നത് ആള്. അപ്പം ഉണ്ടാവും കൊച്ചിന്. നിക്ക്, അച്ഛൻ്റെ കൂടെ നിക്ക്. ബർത്ത്ഡേ ബോയ് വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ബോയ്ക്ക് വയ്യാത്തതുകൊണ്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ സർപ്രൈസ് ആക്കിയേക്കണായിരുന്നു. പക്ഷേ അത് കട്ട് ചെയ്യാം. അപ്പം എൻ്റെ ബർത്ത്ഡേ ഈ പുള്ളിക്കാരൻ ഒന്ന് വിളിച്ച് പോലും വിഷ് ചെയ്തില്ലേ, ആരോ പറഞ്ഞറിഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ നല്ല ഇടിവെട്ടി മഴ പെയ്യാൻ പോണ സമയത്താണ് ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം. ഇപ്പോൾ ഒരു 4 മണിയായി ഉണ്ടാവും. ഓ, കൈ മുറിഞ്ഞു, അല്ല കൈ പൊള്ളി. അപ്പോൾ ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ ടു യു അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചാനു അച്ഛന് വായി വെച്ച് കൊടുക്കും. നിന്റെ ബർത്ത്ഡേ ആണോ ഇത്? കൊള്ളാം, നിന്റെ ബർത്ത്ഡേ ആണോ? ഒരു കഷ്ണം അച്ഛന് കൊടുക്കണ. അച്ഛന്റെ ബർത്ത്ഡേക്ക് അച്ഛനാണ്. ഓഫ്, ചെക്കൻ ആദ്യമായിട്ടാണ് കേക്ക് ഇതേപോലെ അവന്റെ ഓർമ്മയിൽ ഇപ്പോഴാണ് അവൻ കേക്ക് തിന്നണത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. വേറൊന്നും വിചാരിക്കരുത്. ഇച്ചിരി കൊതിയനാ, നമ്മളും അങ്ങനെ തന്നെയായിരിക്കും. ദേ അമ്മ ബാ, ഞാനും വെച്ചു കൊടുത്തില്ല. ചാറ് പുറാന്നിട്ട് കൊടുക്കുന്നു. ഇതിനെത്ര ആശായി? അമ്മാമ്മക്ക് കൊടുക്ക. അമ്മാമ്മക്ക് എന്റെ മോന്റെ കൊതി കണ്ട. ഈ കേക്ക് ഇപ്പോഴാണ് ഇവൻ ആദ്യമായിട്ട് തിന്നണത് തന്നെ. അതെ, അടുത്ത് വരാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. സെലിബ്രേഷനായിട്ടൊന്നുമില്ല, കാരണം ഒരേ വർഷം കൂടുന്നതോറും നമ്മൾ സെലിബ്രേഷനൊക്കെ കുറച്ച് വരാണ്. കാരണം നമ്മുടെ കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കണേ.
ഇപ്പം എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു, അത് സെലിബ്രേറ്റ് പോലും ചെയ്തില്ല. അപ്പം ഞാൻ അതിൻ്റെ റിവെഞ്ച് കാണിക്കേണ്ടതാണ്, പക്ഷെ നമ്മളങ്ങനെ ഇല്ലായിരുന്നു, നമ്മൾ പെൺപിള്ളേരങ്ങനെ പാടില്ലായിരുന്നു. സോ ഇപ്രാവശ്യം നിങ്ങളുടെ കൂടെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.